സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ പലർക്കും പലതിനേക്കാൾ റിഫഅത്ത് നൽകി, അഥവാ പദവി നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പദവി നൽകിയ ഒരു കൂട്ടം ആളുകളാണ് പണ്ഡിതന്മാർ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്നൽ ഉലമാഹ ഹും വറസത്തുൽ അംബിയ. തീർച്ചയായും പണ്ഡിതന്മാർ എന്നുള്ളത് അവരാണ് അമ്പിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരുകയാണ്, അന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്. ഒരു പണ്ഡിതനെ, ഒരു അടിമയുടെ മേലുള്ള സ്ഥാനം അത് ഒരു ചന്ദ്രന് മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ ഉള്ള സ്ഥാനത്തെ പോലെയാണ്. ധാരാളം അനവധി തെളിവുകൾ നമുക്ക് ഇതിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ പറഞ്ഞതായി കാണാം, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയം നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കുക എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ നമുക്ക് ഉറ്റാലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് സംശയങ്ങൾ ചോദിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നമുക്ക് സംശയം ദൂലീകരിക്കാനുള്ള ആളുകളാണ് പണ്ഡിതന്മാർ എന്നുള്ളത് ഈ ആയത്തിന്റെ തെളിവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, പണ്ഡിതന്മാരാണ് ഏറ്റവും ഉയർന്ന ആളുകൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ വിവരിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അമബി ഭരണകൂടത്തിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനായിരുന്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാ. അവരെ പറ്റി പറയുന്നതായി കാണാം, ഭൂമിയുടെ പകുതിയോളം ഭാഗം അവരായിരുന്നു ഭരിച്ചിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഹജ്ജിനോ ഉംറക്കോ ആയി മക്കയിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ അവർക്ക് ആ കർമ്മം പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെയുള്ള ഒരു പണ്ഡിതനെ കാണാൻ പോയി. എന്താണ് ആ പണ്ഡിതന്റെ അവസ്ഥ? കാണാൻ തീരെ കോലമില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോലവുമില്ലാത്ത ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ സംശയം ദൂരീകരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ പണ്ഡിതൻ, ആ ഫത്വ നൽകിയിരുന്ന പണ്ഡിതൻ നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ഈ രാജാവിനെ കണ്ടപ്പോൾ അവർ ആ നിസ്കാരം നിർത്തിവെച്ചില്ല. കാരണം രാജാക്കന്മാരുടെ രാജാവായിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് അവർ മുനാജാത്ത് നടത്തുന്നത്. അങ്ങനെ നിസ്കാരത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞപ്പോൾ ആ സംശയമൊക്കെ പൂർത്തീകരിച്ചു. അങ്ങനെ കൂടെയുള്ള ആളുകളോട് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, യാ ബുനയ്യ തഅല്ലുമുൽ ഇൽം. അല്ലയോ എന്റെ കൂടെയുള്ള ആളുകളെ, നിങ്ങൾ ഇൽമു പഠിക്കുക. ആരാണ് പറയുന്നത് സഹോദരങ്ങളെ? ഭൂമിയിലെ പകുതിയോളം ഭാഗം ഭരിച്ച രാജാവാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ രാജഭരണം നടത്തണമെന്നല്ല അവിടെ പറഞ്ഞത്. യാ ബുനയ്യ തഅല്ലുമുൽ ഇൽം, നിങ്ങൾ ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞു. വബിൽ ഇൽമി യസ്റുഫുൽ വദീഅ. അതുകൊണ്ടാണ് താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾ ഉയരുക. പിന്നെയോ പറയുകയാണ്, വയഅലുൽ അരിഖാഉ അലൽ മർതബത്തിൽ മുലൂക്ക്. അങ്ങനെയുള്ള ആളുകൾ ഒരു മലിക്കിന്റെ, ഒരു രാജാവിന്റെ മർത്തബയിലേക്ക് എത്തുക ഇൽമിലൂടെയാണെന്ന് ആ രാജാവ് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ഉറ്റാലോചിക്കേണ്ട ഒരു സംഭവമാണിത്. നമ്മളെല്ലാം തന്നെ ഇത് മനസ്സിൽ കൊത്തിവെക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മുസ്ലിം അൽ ഖവലാനി റഹിമഹുല്ല പറയുന്നു, അദ്ദേഹം പറയുകയാണ്, അംസാലുൽ ഉലമാഇ അംസാലുൻ നുജൂമു ഫിസ്സമാ. പണ്ഡിതന്മാരുടെ ഉപമ എന്നത് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ്. ഇദാ ഉജിദു ഇഹ്തദന്നാസ്. പണ്ട് കാലത്ത് യാത്രയിൽ വഴിതെറ്റിയാൽ അവർ വഴി മനസ്സിലാക്കിയിരുന്നത് ആ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചാണ്. അതുപോലെ ആരെങ്കിലും അവരുടെ വഴി ജീവിതത്തിൽ അഥവാ നേർമാർഗത്തിൽ നിന്നും വഴിപിഴക്കുകയാണെങ്കിൽ അവർക്ക് പണ്ഡിതന്മാരിലൂടെ ആ വഴി മനസ്സിലാക്കാൻ സാധിക്കുമെന്നർത്ഥം. വഇദാ ഫുഖിദു തഹയ്യറന്നാസ്. ഇനി ആ നക്ഷത്രങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ അവർ വഴിപിഴക്കുക തന്നെ ചെയ്യുമെന്ന് മുസ്ലിം അൽ ഖവലാനി റഹിമഹുല്ല പറയുന്നതായി കാണാം. അതുപോലെ തന്നെ സഹൽ ഇബ്നു അബ്ദുല്ലാ അദ്ദുസ്തൂരി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, മൻ അറാദ അൻ യൻദുറ ഇലാ മജാലിസിൽ അംബിയ ഫൽയൻദുർ ഇലാ മജാലിസിൽ ഉലമാ. ആരെങ്കിലും അംബിയാക്കളുടെ സദസ്സ് കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ
ഉലമാക്കളുടെ അഥവാ പണ്ഡിതന്മാരുടെ മജ്ലിസ് നോക്കിക്കൊള്ളട്ടെ എന്ന് സഹൽ ബിൻ അബ്ദുല്ല അദ്ദുസ്തൂരി റഹിമഹുല്ലാഹ് പറയുന്നു. സഹോദരങ്ങളെ, ഇനിയും ധാരാളം ഫദ്ലുകൾ ഈ വിഷയത്തിൽ വന്നതായി കാണാം.